ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രോ എൻട്രി സെറ്റപ്പ് മോഡൽസ് ഫോർ ട്രേഡിംഗ് പാർട്ട് 4. നമ്മൾ പാർട്ട് 1, 2, 3, 4 വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 4 പാർട്ടിൽ കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണ്, മാർക്കറ്റ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ കൂടുതൽ ഡീപ്പ് ഡൈവ് ചെയ്ത് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി, എവിടെയാണ് മാർക്കറ്റിൽ മാസസ് പ്ലേസ് ചെയ്യപ്പെടുന്ന സ്റ്റോപ്പ് ലോസസ് എന്ന് പറയുന്നത്, എവിടെയാണ് ലിക്വിഡിറ്റി ലൈ ചെയ്യുന്നത്, ദ പൂൾ ഓഫ് ലിക്വിഡിറ്റി എവിടെയായിരിക്കും പ്രസൻറ്റ് മാർക്കറ്റിൽ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ലെസൺസിൽ കൂടെ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിലേക്ക് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ട്രേഡിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡൈനമിക്സ്, പ്രൈസ് ബിഹേവിയർ ജനറലി എങ്ങനെയായിരിക്കും എന്നുള്ളതിന് നമുക്കൊരു ധാരണ വേണം. ആ ധാരണ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ആക്ച്വലി ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്, ആക്ച്വൽ മണി ഡിപ്ലോയ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെസൺസ് ആണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റിന് സർട്ടൺ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ട്രേഡിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ ബൈ ചെയ്യാൻ പോകുമല്ല. വേറെ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ആ പ്രോഡക്റ്റ് ബൈ ചെയ്യണോ സെല് ചെയ്യണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് എ ബുള്ളിഷ് പ്രോഡക്റ്റ് വി ട്രൈ ടു ബൈ, അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് ബൈ ചെയ്യുമല്ല, ആക്ച്വലി masses are liquidated. The moment masses are liquidated, ആ ഒരു മൂവ്മെൻറ്റിലാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. So we are not focusing on buying the product, whereas when the masses liquidated, you try to buy the product. So you are buying indirectly. എന്താണ് നമ്മൾ അവിടെ ബൈ ചെയ്യുന്നത്? നമ്മൾ ബൈ ചെയ്യുന്നത് ലിക്വിഡേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ലിക്വിഡേഷൻ എൻട്രി. അതാണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ we are not a part of buying the product. So what I പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾക്കാർക്കും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട. യു ഷുഡ് നോട്ട് തിങ്ക് ഓഫ് യൂസിങ് ദാറ്റ് പ്രോഡക്റ്റ്. സോ പ്രോഡക്റ്റിന് 3 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. വേർ ഈസ് ദ പ്രോഡക്റ്റ് നമ്പർ 1, പ്രോഡക്റ്റ് ക്രിയേഷൻ നമ്മൾ കാണണം, അല്ലേ? അതിനുശേഷം പ്രൊമോഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ കാണണം വേർ ആർ ദ പീപ്പിൾ ബൈയിങ് ദ പ്രോഡക്റ്റ്, അത് നമ്മൾ കാണണം, അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേജും കണ്ടതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ വേർ ഇസ് എ റിയൽ മണി എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ റിയൽ മണി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, ആ ഏരിയയിൽ നമ്മൾ ആക്ച്വലി എൻട്രി ചെയ്യുക എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ബൈയിങ് ദ പ്രോഡക്റ്റ് ഓർ സെല്ലിങ് ദ പ്രോഡക്റ്റ്. അണ്ടർസ്റ്റുഡ്? യു ആർ ഗോയിങ് ടു മേക്ക് മണി. ദ റിയൽ മണി എവിടെയാണ്, അവിടെയാണ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വരുള്ളൂ. സോ ഒരു 2 dimensional പ്രോഡക്റ്റ് ക്രിയേഷൻ. നൗ നമുക്ക് ഹൗ മെനി സ്റ്റെപ്സ് ആർ ദർ? 1 step, 2 step, 3 step, 4 step. ഓക്കെ, 1, 2, 3, 4. ഈ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കിയാൽ മതി. സോ യുവർ പ്രോഡക്റ്റ് ഈസ് റെഡി. സോ ദിസ് ഈസ് 1, 2, 3, 4. റൈറ്റ്, നമ്പർ ഇടാം ഞാൻ. അതിനുശേഷം ഇത് നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പർ ഇടുമ്പോൾ എങ്ങനെ വരും? സോ ഇവിടെ product is created 1, 2, 3, 4. This is a bullish product. Now ഇവിടെ once product creation കാണുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. സോ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി ദെയർ, അല്ലേ? അപ്പം ഇങ്ങനെ പീപ്പിൾ സ്റ്റാർട്ട് ബൈയിങ് ദ പ്രോഡക്റ്റ്. സോ ഇതിനെല്ലാം പറയുന്നത് ദിസ് ഈസ് നോട്ട് ദീസ് ആർ ലിക്വിഡിറ്റീസ്, അല്ലേ? എവറി മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഇത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോട്ട് റിയൽ മണി. ലിക്വിഡിറ്റി ഈസ് ദെയർ. ഈവൻ ഡബിൾ ടോപ്പ്, ട്രിപ്പിൾ ടോപ്പ് ഓർ ബോട്ടം ലൈൻ, ഇതിൻ്റെ ബോട്ടത്തിൽ ഓർ പുൾ ബാക്ക് സ്വീപ്പിംഗ് കാൻഡിൽ എവരിവെയർ ലിക്വിഡിറ്റി ഈസ് ദെയർ. മൈനർ ലിക്വിഡിറ്റി, എക്സ്ട്രീം മൈനർ ലിക്വിഡിറ്റി, മേജർ ലിക്വിഡിറ്റി, അങ്ങനെ ഈ കൺസെപ്റ്റ് ഇങ്ങനെ ആണ് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് എക്സ്ട്രീം ലെവൽ ഓഫ് ലിക്വിഡിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് ഫോർ അസ്, റൈറ്റ്? നൗ പ്രോഡക്റ്റ് ക്രിയേഷന് ശേഷം വേർ ആർ ദ പീപ്പിൾ ബൈയിങ് ദ പ്രോഡക്റ്റ് ഹിയർ, അല്ലേ? വെൻ പീപ്പിൾ ആർ ബൈയിങ് ദ പ്രോഡക്റ്റ്, വേർ ഈ പീപ്പിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ റിയൽ മണി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇതിന് ബോട്ടം ലൈൻ ആയിരിക്കും. ഈ തേർഡ് പൊസിഷന് ബോട്ടം ലൈൻ ആയിരിക്കും റിയൽ മണി എന്ന് പറയുന്നത്. സോ ഇവിടെ
ലെറ്റ് us draw this one. ഓക്കെ, ഇവിടെ സോ റിയൽ മണി വിൽ ബി സിറ്റിംഗ് ഹിയർ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം സോ റിയൽ മണിക്ക് നമുക്ക് കുറച്ച് സോ ദിസ് ഈസ് എ റിയൽ മണി, റൈറ്റ്. സോ ദിസ് ഈസ് എ റിയൽ മണി. സോ ഇനി പീപ്പിൾ എവിടെയായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? സോ ഇവിടെ വന്ന് നമ്മളുടെ പീപ്പിൾ നമുക്ക് എടുക്കാം. ഓക്കെ, വടിയൊക്കെ കുത്തിപ്പിടിച്ച് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് വടി കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നത്? ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വടി കുത്തിപ്പിടിക്കാത്തവരും നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ. സോ കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്? എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. സോ അന്നേരം നമ്മൾ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ ഡാൻസ് കളിക്കുന്നത്, കണ്ടോ? അപ്പം ഇവിടെ വന്നു. സോ ഇനി കുറച്ച് നമ്മളുടെ നോർമൽ ആൾക്കാരെയും കൂടെ വെക്കാം. സോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. നോ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. നമ്മൾ ഈ കൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞാണ്. സോ ലിക്വിഡേറ്റ് ചെയ്യുന്നു, പ്രൈസ് മുകളിലോട്ട് പോകുന്നു. സോ മുകളിലോട്ട് പോകുമ്പം നമ്മളുടെ പൊസിഷണൽ പ്ലേസിങ് എവിടെയായിരിക്കണം? നമ്മളുടെ പൊസിഷണൽ പ്ലേസിങ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. ദിസ് ആർ ദ ട്രേഡിംഗ് സീക്രട്ട്. നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് സ്റ്റുഡൻസ് ആണ് ഇത്. ഓക്കെ, വി ആർ കൂൾ പീപ്പിൾ. അപ്പം ഇവിടെ വന്നു കുറച്ച് ട്രേഡിംഗ് സീക്രട്സ് ഒരു 10-12 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം അവരാണ് പ്രോ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ആൾക്കാർ മാത്രം. സോ നമ്മളിവിടെ സൈലൻ്റ്ലി നമ്മളിവിടെ വാച്ച് ചെയ്തുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. വെൻ ദിസ് ഈസ് ടാപ്പിംഗ് ഹിയർ വി വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് ദ എൻട്രി. നൗ ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്? സോ ഇവിടെ വൺസ് പ്രൈസ് ഈസ് ലിക്വിഡേറ്റിംഗ്, റൈറ്റ്, ഇവിടെ പ്രൈസ് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ സോ ഈ ലിക്വിഡേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഈ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പം ഇഫ് ദർ ആർ ഇവിടെയും അധികം ആൾക്കാരില്ലെങ്കിൽ, ഓക്കെ, ഈ ഒരു ലെഗിൽ ആക്ച്വലി ഇവിടെ അധികം പാർട്ടിസിപ്പൻസ് ഇല്ല. സോ ഇവിടെ പാർട്ടിസിപ്പൻസ് അധികം ഇല്ലാതെയും അതുപോലെ തന്നെ ഈ ഒരു ഡീപ്പ് മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രൈസ് ഹോൾഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇതൊരു ബുള്ളിഷ് പ്രൊഡക്റ്റാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബുള്ളിഷ് പ്രൊഡക്റ്റ് വെൻ മാർക്കറ്റ് ഡീപ്പ് പെനിട്രേഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് ഡീപ്പ് ഡൈവ് ചെയ്ത് ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് സീക്രട്സ് വിൽ ബി എൻറ്ററിങ്. ട്രേഡിംഗ് സീക്രട്സിൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ എൻട്രിങ് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കും. സോ ഇവിടെ നിന്ന് പ്രൈസ് നേരെ വീണ്ടും മുകളിലോട്ട് പോകും, ലിക്വിഡേറ്റ് ചെയ്യും, റൈറ്റ്. ഇങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രേഡിംഗ് സീക്രട്സ് സ്റ്റുഡൻസ് വിൽ ബി എൻറ്ററിങ് ഹിയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആക്ച്വലി അവിടെയല്ല എൻ്റർ ചെയ്യേണ്ടത്, പിന്നെ എവിടെയായിരിക്കും എൻ്റർ ചെയ്യേണ്ടത്? സോ അതാണ് നമ്മളുടെ കീ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഇവിടെ നിന്നതിന് ശേഷം ലിക്വിഡേഷൻ നടന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും യു നോ ദാറ്റ് മണി ഈസ് കളക്റ്റഡ്. ഓക്കെ, നൗ യു ഹാവ് ടു സീ അഗെയിൻ പ്രൊഡക്റ്റ് ക്രിയേഷൻ. മറന്നു പോരുത്, product creation. Where is the product creation? See again, high is made, 1 step. This 4 step has to be seen in the chart. അല്ലേ, 4 സ്റ്റെപ്പ് വീണ്ടും വേണം. 1 2 3 4 1. This is a 1 liquidation point 1 ആയിട്ട് നമ്മൾ കൂട്ടുന്നു. ഓക്കെ, 1 2 3 4 4 is there, right? Then price വന്ന് liquidation നടക്കുമ്പോൾ trading secrets entry you target here, long target, right? So entry will be like this. All right. So അൺഎക്സ്പെക്റ്റഡ് നമുക്ക് ചാർട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ആക്ച്വലി നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ എക്സിറ്റ്. സോ ട്രേഡിംഗ് സീക്രട്സ് വിൽ ബി ഗെറ്റിംഗ് ഹിയർ, റൈറ്റ്? സോ വെനെവർ യു സീ പ്രോഡക്റ്റ് ക്രിയേഷൻ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വെനെവർ യു സീ പ്രോഡക്റ്റ് ക്രിയേഷൻ കാണുമ്പോൾ യു ഷുഡ് സീ ദാറ്റ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഹിയർ, അതർവൈസ് യുവർ പ്രോഡക്റ്റ് വർത്ത് 0 എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? പ്രോഡക്റ്റ് വർത്ത് 0 എന്ന് പറയുമ്പം ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിലും ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? സോ ഈ ഒരു സ്കിമാറ്റിക് പ്രകാരം ഈ ഒരു എൻട്രി പോയിന്റിലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് യുവർ പ്രോഡക്റ്റ് ഈസ് യൂസ്ലെസ് പ്രോഡക്റ്റ് നൗ. പീപ്പിൾ ഉണ്ടോ ഇവിടെ? പീപ്പിൾ. സോ നമ്മളുടെ പ്രോഡക്റ്റ്
ആക്ച്വലി ഇവിടെ ഇഫ് ഇറ്റ് വാസ് വർത്ത് പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. സോ ആക്ടിവിറ്റി ഓഫ് ദ പ്രൈസ് എങ്ങനെയായിരിക്കണം? 1 2 3 4 പ്രൈസ് ഇസ് ക്രിയേറ്റഡ്. നൗ പ്രൈസ് ഹാസ് ടു കം ബാക്ക് ലൈക്ക് ദിസ്, റൈറ്റ്? ഇങ്ങനെ വരണം. സോ ഇവിടെ വന്ന് റേഞ്ച് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ നിൽക്കുന്നു. സോ വെൻ പ്രൈസ് ഈസ് ടാപ്പിംഗ് ബിലോ ദിസ് യു ഗെറ്റ് ഔട്ട് ഹിയർ, റൈറ്റ്? മനസ്സിലായോ? സോ ദിസ് എൻട്രി വി വിൽ ടേക്ക് ഇറ്റ് ഹിയർ, റൈറ്റ്? സോ നൗ when product is created, you have to see what? You have to see people are interested. Okay, some are dancing, some are walking. Okay, ഇവിടെ. സോ ഇവിടെ സോ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, അല്ലേ? ഇതിന് ബോട്ടം ലൈനിലെല്ലാം സ്റ്റോപ്പ് ലോസ് വരും, ഇവിടെ വരും സ്റ്റോപ്പ് ലോസ്. സോ സ്റ്റോപ്പ് ലോസ് ആൻഡ് ദ ലിക്വിഡിറ്റി, റിയൽ മണി ഈസ് ദെയർ. സോ ഇവിടെ ദ മോർ നമ്പർ ഓഫ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ഹിയർ. നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ഓഫ് എൻട്രി നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് പ്രോഡക്റ്റ് ക്രിയേഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്, യു സീ ദാറ്റ് more number of people are attracted to the product because there are a lot of promotions applied to it. എന്താണ്? ഡോബർമാൻ ക്യാൻഡിൽ ഈസ് അപ്ലൈഡ്, ട്രിപ്പിൾ ടോപ്പ്, ഡബിൾ ടോപ്പ്, ട്രെൻഡ് ലൈൻ ഈസ് അപ്ലൈഡ്, അല്ലേ? പ്രൊമോഷൻ ഈസ് ദെയർ. നൗ അത് വേറെ എന്തെല്ലാമാണ്? RSI ഈസ് അപ്ലൈഡ്, റൈറ്റ്? ഗോൾഡൻ ക്രോസ് ഓവർ ഈസ് അപ്ലൈഡ്. ദെൻ വാട്ട്? ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽസ് ആർ അപ്ലൈഡ്, റൈറ്റ്? ഇങ്ങനെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽസ് ആർ അപ്ലൈഡ്. സോ ഓൾ ദ പ്രൊമോഷൻസ് ആർ അപ്ലൈഡ്. വെൻ യു സീ ദാറ്റ് all the repeated, outlined, outdated, useless strategies are out, you are in, finish, the game is over. Understood? So this is the critical thinking. Otherwise നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇഫ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് ദ ഔട്ട്ഡേറ്റഡ് യൂസ്ലെസ് സ്ട്രാറ്റജീസ്, വാട്ട് ആർ വി ഗോയിങ് ടു ഗെയിൻ ഫ്രം ദ മാർക്കറ്റ്? യു കനോട്ട് ഗെയിൻ ബിക്കോസ് എവരിബഡി ഈസ് ടെല്ലിങ് യു ദ സെയിം തിങ്, റൈറ്റ്? മാർക്കറ്റിനെ അതിൻ്റെ കാഴ്ചപ്പാടിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ എൻട്രി ഫോർമേഷൻസ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് എ ബുള്ളിഷ് പ്രൊഡക്റ്റ്, ദെൻ മാസസ് ആർ ലിക്വിഡേറ്റഡ്, യു കനോട്ട് ഗെറ്റ് ഇൻ ടു ദ എൻട്രി ബിക്കോസ് ഇവിടെ നിന്ന് വീണ്ടും കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് എവറി ടൈം യു നീഡ് ടു സീ എ പ്രോഡക്റ്റ് ക്രിയേഷൻ, ദെൻ ലിക്വിഡേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് യുവർ എൻട്രി പോയിന്റ്. നൗ ഇഫ് യു ഡോണ്ട് ഗെറ്റ് എൻട്രി ഹിയർ, ഇവിടെ അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ ടൈമിൽ പോലും ഇവിടെ ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ ടൈമിൽ പോലും എന്താണ് ഇവിടെ? ഈ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഓർ നോട്ട്, ഓക്കെ, ദെൻ ഇറ്റ് വിൽ ഡീപ്ലി പെനിട്രേറ്റ് ആൻഡ് ഇറ്റ് ഗോസ് അപ്പ് ദ അതർ വേ, റൈറ്റ്? അപ്പം ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം ഡീപ്ലി പെനിട്രേറ്റ് ഇൻ ദ സെൻസ് ചാർട്ടിൽ നമ്മൾ ഇത് കണ്ടുപിടിച്ച് പഠിക്കണം. സോ ദിസ് ഈസ് അബൌട്ട് എ ബുള്ളിഷ് പ്രോഡക്റ്റ്. നൗ ലെറ്റ് us ലുക്ക് ഇൻ ടു ദ ചാർട്ട്, നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് CFD ഓൺ ഗോൾഡിൻ്റെ ചാർട്ടിലേക്ക് പോകാം. സോ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഇത് അമേരിക്കക്കാരുടെ ചാർട്ടാണ്, അതുകൊണ്ട് ഇതുണ്ട് US ഡോളറാണ് ഇതിനകത്ത് ഔൺസ് TVC, ഓക്കെ, കോമോഡിറ്റി ചാർട്ട്. അപ്പം നമ്മളുടെ മാർക്കറ്റിലുള്ള ചാർട്ട് എടുത്തെന്നുള്ള പ്രശ്നമില്ല. അപ്പം നമുക്ക് വി വിൽ ലേൺ വിത്ത് ഇൻ്റർനാഷണൽ ചാർട്ട്സ്, ഓക്കെ. സോ നൗ ലെറ്റ് us talk about an interesting scenario of what we will talk about bearish product. Bullish product അല്ല ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ലെറ്റ് us see how bearish product is formed in the market. Now ഇവിടെ നോക്കുമ്പോഴത്തേനും വെരി വെരി ബിഗ് bearish structure, റൈറ്റ്? വെരി വെരി ബിഗ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് ഹാവ് എ ഡാം കോൺഫിഡൻസ് ഇൻ വാട്ട് യു ആർ ഡൂയിങ്, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് നമുക്കൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. സോ നമ്മളിവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബിഗ് പ്ലെയറെ എടുക്കാം. സോ ഇതാണ് ബിഗ് പ്ലെയർ. സോ ഈ ബിഗ് പ്ലെയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ബിഗ് പ്ലെയറിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ സൈലൻ്റ്ലി വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഒരു നമ്മളതിൻ്റെ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ, ഒരു ബിഗ് ബെയറിഷ് പ്രോഡക്റ്റ്, അല്ലേ? ഇവിടുന്ന് ഒരു വലിയ ബിഗ് ബെയറിഷ് പ്രോഡക്റ്റ് വന്നിരിക്കുക. അപ്പം ബിഗ് പ്ലെയറിൻ്റെ നോസ് വെരി വെരി ബിഗ് ആണ്, ഓക്കെ. അപ്പം നമ്മൾ ബിഗ് പ്ലെയറിൻ്റെ നോസ് ബിഗ് ആണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ നോസ് ഒരിക്കലും ബിഗ് ആക്കാൻ പാടില്ല,
മനസ്സിലായോ? അതായത് നമ്മൾ ആവശ്യമില്ലാത്ത സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയിട്ട് അവിടെ എവിടെയും കൊണ്ട് വെക്കരുത്. അതായത് വലിയ നമ്മൾ വളരെ ഇൻ്റലിജൻ്റ് ആണ്, എൻ്റെ സ്റ്റോപ്പ് ലോസ് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയിട്ട് ഒത്തിരി ഫാറായിട്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെ വേറെവർ യു കീപ്പ് ഇറ്റ് വിൽ ബി ടേക്കൺ. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ് ഇറ്റ് വിൽ ബി ടേക്കൺ ഫോർ ഷുവർ 100%. സോ ഈ സ്ട്രക്ചറൽ സെറ്റപ്പ് നൗ പ്രൈസ് ഇങ്ങനെ ബെയറിഷ് പ്രൊഡക്റ്റ് വരുമ്പോൾ ഒരു ലോ എടുത്തു, റൈറ്റ്? ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു. അതിനെ നമ്മളെന്താ പറയുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുന്നത് എ പ്രൊഡക്റ്റ്, ബെയറിഷ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ്. കറക്റ്റ്, ക്ലിയർ അല്ലേ? ബെയറിഷ് പ്രൊഡക്റ്റ് 1 2 3 4, റൈറ്റ്? ഇവിടെ സോ 1 1 2 3 4. സോ സിമിലർലി ദിസ് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ നിന്നാണ് ഇത് വരുന്നത് അല്ലേ? 1 2 സോറി അത് നമ്പറിങ് മാറിപ്പോയി. സോ 1 ഇവിടുന്ന് വരുന്നത് 1 2 3 4, റൈറ്റ്? അപ്പം ഇങ്ങനെ പ്രോഡക്റ്റ് ക്രിയേഷൻ നമ്മൾ കണ്ടു, ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് സ്ട്രക്ചർ നമ്മൾ കണ്ടു. പ്രോഡക്റ്റ് ക്രിയേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്, ഇഫ് യുവർ പ്രോഡക്റ്റിനകത്ത് എത്രമാത്രം പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? സോ നമ്മളുടെ ഡാൻസ് കളിക്കുന്നവരെ കൊണ്ടുവരാം. ഓക്കെ, സോ ദിസ് ഈസ് ദ പീപ്പിൾ ഇൻട്രസ്റ്റഡ്. സോ ഇവിടെ സോ പീപ്പിൾ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? സോ ആ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഏരിയ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രൈസ് ഇസ് പുള്ളിങ് ബാക്ക് ടു എ ലെവൽ ആൻഡ് ക്ലിയറിംഗ് ഓഫ് ദ മാസസ്. അണ്ടർസ്റ്റുഡ്? സോ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്നുള്ളതിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്സ് ഫോം ചെയ്യാൻ പറ്റണം. സോ നമ്പർ ഓഫ് മെത്തേഡ്സ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പം അതിൽ നമ്മൾ പല പല രീതിയിൽ മാർക്കറ്റിനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഏകദേശം ഡയറക്ഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിനകത്താണ് ഇമ്പോർട്ടൻറ്റ്. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് എ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്, പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ഏരിയ ഇസ് ലിക്വിഡേറ്റഡ്, പ്രൈസ് അഗെയിൻ ദ ബിഗ് നോസ് ഈസ് റണ്ണിങ്, റൈറ്റ്? ഇവിടെ വീണ്ടും ബിഗ് നോസുകാരൻ ഇടപെട്ടു, ബിഗ് പ്ലെയർ വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ റിയൽ മണിയിലായിരിക്കണം നമ്മുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. സോ പ്രൈസ് വീണ്ടും ഒരു ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്, റൈറ്റ്? എഗെയിൻ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്. സി ഇത് ബ്രേക്ക് ചെയ്ത് പ്രൈസ് അതിന് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ക്രിയേറ്റിംഗ് എ പ്രോഡക്റ്റ്, റൈറ്റ്? സോ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റിംഗ്. നൗ 1 2 3 4. നൗ വെൻ മേക്കിംഗ് എ പ്രോഡക്റ്റ് അല്ലേ, ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? അഗെയിൻ ഡാൻസ് കളിക്കാരെ നമുക്ക് കൊണ്ടുവരാം. കുറച്ച് ഡാൻസ് കളിക്കുന്നവരും ഓക്കെ, കുറച്ച് നമുക്ക് വടി കുത്തിപ്പിടിച്ച് നടക്കുന്നവരുമുണ്ട്. സോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. സോ ഇവിടെയെല്ലാം പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആണ്, റൈറ്റ്? പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദർ. വടിയെല്ലാം കുത്തിപ്പിടിച്ച് ഇതിൽ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് യു അണ്ടർസ്റ്റുഡ് വേർ ഈസ് ദ ഏരിയ. മോസ്റ്റ് പീപ്പിൾ, വേർ ആർ പീപ്പിൾ ബൈയിങ് ദ പ്രോഡക്റ്റ്? ഹിയർ ഓൺലി, റൈറ്റ്? ഇതല്ലേ പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഏരിയ ഈസ് ബീങ് ടേക്കൺ, റൈറ്റ്? ദെൻ ഇവിടെ വന്ന് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട്, ഇവിടെ വന്ന് പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്ത ശേഷം പ്രൈസ് ഇവിടെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ മാസസ് ആർ ലിക്വിഡേറ്റഡ് ഹിയർ അല്ലേ? ഇവിടെ പ്രൈസ്, ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഉണ്ട്. സി വൺ സൈഡ് ഓഫ് ദ പ്രോഡക്റ്റ് ബൈയിങ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ലിക്വിഡേറ്റഡ്, ഓൺലി വൺ സൈഡ്. സി ബോത്ത് സൈഡ് ആക്ടിവിറ്റി ലിക്വിഡേഷൻ നടന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. ബോത്ത് സൈഡ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നൗ വൺ സൈഡ് ഈസ് ഡൺ. സോ ലുക്ക് ഹൗ ഇറ്റ് ഈസ് ഡൺ. പ്രൈസ് താഴോട്ട് വരുന്നു, വീണ്ടും പ്രൈസ് വന്ന് മുകളിലോട്ട് വന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നു. സോ എഗെയിൻ നമ്മൾ നോക്കുന്നത് ഇവിടെ വീണ്ടും പ്രോഡക്റ്റ്, സി വൺസ് ലിക്വിഡേഷൻ ഈസ് ഡൺ അല്ലേ, മാസസ് ആർ ക്ലിയർഡ് ഔട്ട്, യു സ്റ്റാർട്ട് അഗെയിൻ നമ്മൾ. സോ ഇറ്റ്സ് വെരി നൈസ് സ്ട്രക്ചർ. സ്ട്രക്ചർ എന്താണ്? ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ. ഓക്കെ, നൗ ഐ എം വെരി ഹാപ്പി. മാസസ് ആർ ക്ലിയർഡ് ഔട്ട്, എവറിത്തിങ് ഈസ് ദെയർ. നൗ ഇറ്റ് ഈസ് വെരി വെരി ഈസി ഫോർ മീ ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്, റൈറ്റ്? നൗ വാട്ട് ഈസ് ദ റെഫറൻസ് നൗ? 1, see 1, let us take this one. Okay, 1 2 3 4, right? Equal highs ആണ്. Again you should see actually ഒരു പ്രോഡക്റ്റ് ക്രിയേഷൻ ലൈക്ക് ദിസ് ഇങ്ങനെ കാണണം. ബട്ട് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ്? വെൻ പ്രൊഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്, while creating the products itself, lot of people are interested, right? So where was the masses during this time? Masses were here, right? masses എവിടെയായിരുന്നു? സ്റ്റോപ്പ് ലോസസ് എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു മാസസ് എല്ലാം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ഈ ഒരു ഏരിയയിലാണ് മാസസ് ക്ലിയർ ഔട്ട്. സോ നമ്മളുടെ റിയൽ മണി എവിടെയായിരിക്കും? സോ ലെറ്റ് us take the real money. So this is the real money, right? This is the real money. So when product creation is done, right, 1 2 3 4 1 2 3 4, see, 1, this is the product creation. Okay, now 1 2 3 4 is done, and major, actually initial point of the product creation, the last product creation ഏതായിരുന്നു? ഇതായിരുന്നു ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഇതിന് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ആ പ്രൈസിൻ്റെ ഡെലിവറിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിലേക്ക് നമുക്ക് വരാം. പിന്നീടുള്ള അഡ്വാൻസ്ഡ് ലെക്ചറിലേക്ക് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് എഴുതി വെക്കണം. ഓരോ ചെറിയ ചെറിയ കീ പോയിന്റ്സുകൾ പറയുന്നുണ്ട്, അത് എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ട് മാർക്കറ്റിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഒന്നും മാർക്കറ്റിൽ കാണാൻ പറ്റത്തില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ബെറ്റർ എൻട്രീസ് കിട്ടാൻ തുടങ്ങും. സോ ലോട്ട് ഓഫ് അതർ കോൺഫ്ലുവൻസസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലുവൻസസ് എന്തൊക്കെയാണ്? ലിറ്റിൽ സോങ്, അല്ലേ? ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യം പറയുന്നുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ, ലിക്വിഡിറ്റി കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്നതിനെ പറ്റി പറയുന്നുണ്ട്. നൗ ദിസ് ഈസ് അനദർ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് തിങ്കിങ്. ഓക്കെ, പ്രൈസ് മാനിപ്പുലേറ്റീവിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പ്രൈസ് ഡൈനാമിക്സ്, അല്ലേ? പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നിലത്തെ നമ്മൾ വോളിയം സീരീസിനകത്തൊക്കെ നമ്മൾ വാല്യുവേഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ ആ ടൂൾസ് എല്ലാം പ്ലോട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പം വാല്യുവേഷൻ കമ്പൈൻഡ് വിത്ത് മാർക്കറ്റ് സ്ട്രക്ചർ, കമ്പൈൻഡ് വിത്ത് മാർക്കറ്റ് ഡൈനമിക്സ്, നമ്മളുടെ ലിക്വിഡിറ്റി കൺസെപ്റ്റ്സ്, ഓക്കെ, ദെൻ മാർക്കറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ പ്രൈസ് മൂവ്മെൻറ്റ് മെക്കാനിസം. ദാറ്റ്സ് വാട്ട് ഐ എം എക്സ്പ്ലെയിനിങ് നൗ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ മെക്കാനിസം. പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാണ്? സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ, ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്? ആ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓൾസോ എ പ്രൈസ് മാനിപ്പുലേറ്റീവ് ടെക്നിക് ബൈ ദ മാർക്കറ്റ്. അപ്പം പ്രൈസ് മാനിപ്പുലേറ്റീവ് ടെക്നിക്കിൽ കൂടെ നമ്മൾ മാർക്കറ്റിനെ നമ്മൾ കാണുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ കാണുന്നത്? ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദോസ് ആർ യുവർ ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റുഡ്? സോ ആ ലെക്ചേഴ്സ് വീണ്ടും കാണുമ്പോഴത്തേനും ഈ പറഞ്ഞിരിക്കുന്ന ലെക്ചറും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് മാർക്കറ്റിനെ നോക്കുമ്പോൾ എവറി ഡേ യു ക്യാൻ സീ സം സോർട്ട് ഓഫ് കൺഫർമേഷൻ ടു ദ അപ്സൈഡ്, ബിക്കോസ് ബുള്ളിഷ് സെറ്റപ്പിലേക്ക് മാർക്കറ്റ് നമ്മളെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സാക്ട്ലി മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഈ ഒരു രീതിയിൽ, ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം യു ടേക്ക് ആൻ എൻട്രി, ഓൾറൈറ്റ്, യു ടേക്ക് ആൻ എൻട്രി വിത്തൗട്ട് എനിത്തിങ്, ഓക്കെ, ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഗാംബ്ലിംഗ്. അപ്പോൾ ആ എൻട്രി എടുത്തതിന് ശേഷം യു ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, ദെൻ പ്രേയിങ് കയറണേ എന്ന് പറഞ്ഞ് മാർക്കറ്റ് കയറണേ, ഒരു ബൈ എൻട്രി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കയറണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യു ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് മാർക്കറ്റ്. പ്രൈസ് ആക്ടിവിറ്റി, പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ദ വേ വാട്ട് യുവർ എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് പ്രിൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ദാറ്റ് യു വാണ്ട്, ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാർക്കറ്റ്. മനസ്സിലായോ? അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഒരിക്കലും അതുപോലെ പ്രിൻറ്റ് ചെയ്ത് വരത്തില്ല. ബിക്കോസ് എന്തുകൊണ്ട് പ്രിൻറ്റ് ചെയ്യുന്നില്ല? ബിക്കോസ് we are failing to understand the clear dynamics of or the clear footprint of market എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. സോ ഈ ഒരു സ്കിമാറ്റിക് അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ചാർട്ട് വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് എൻട്രി ഓർ ദ റിയൽ മണി ഈസ് സിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് ലോ ഓഫ് ദ പ്രൊഡക്റ്റ് ക്രിയേഷൻ ഈസ് എസെൻഷ്യലി ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? The last point of creation of product, this is in terms of inducing people to get into the trade. ഇവിടെ അപ്പം ഈ നമ്മളെ പ്രേരിപ്പിച്ച ഇതിനകത്തൊക്കെ ഒരു ട്രേഡിലേക്ക് നമ്മളെ എൻട്രി ചെയ്യിപ്പിക്കുന്ന ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇറ്റ് മീൻസ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനകത്ത് ഇറ്റ് ഈസ് ഇൻഡ്യൂസിങ് യു ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് ബിക്കോസ് യു ആർ സീയിങ് ബുള്ളിഷ് ക്യാൻഡിൽസ്
clear trend formation, but product creation is not happened, and your product is worth zero if you are getting an entry from here. Next third candle low price trade ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ when you are taking a trade, it means എന്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് you are not seeing a product creation. Then how can you get into the trade? So somehow you have to match it with the confluences. കോൺഫ്ലുവൻസസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ വേണം. ഇന്ന പോലെയാണ് ഇവിടെ ഏകദേശം നെക്സ്റ്റ് എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ആ തോട്ട് പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അത് ആ കറക്റ്റായിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻ ഓർഡർ ഫ്ലോ തോട്ട് പ്രോസസ് ഈസ് റൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? അല്ലാതെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓർഡർ ഫ്ലോ ഓക്കെ ഇതിപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു എന്നുള്ള രീതിയിലല്ല. സോ മാർക്കറ്റ് ഹാസ് എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ ലാസ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷൻ സെക്കൻഡ് പൊസിഷൻ. അപ്പം ഇവിടെ എത്രമാത്രം പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആണ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷൻ ലെഗ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇവിടെ ലോട്ട് ഓഫ് മാസസ് ആർ ബൈയിങ് ദ പ്രോഡക്റ്റ്. ഈ മാസസ് ബൈയിങ് ദ പ്രോഡക്റ്റ് അഗെയിൻ ഡിസ്കൗണ്ടിങ് എത്രാമത്തെ പ്രാവശ്യമാണ്? സെക്കൻഡ് ടൈം, റൈറ്റ്? ഡിസ്കൗണ്ടിങ് സെക്കൻഡ് ടൈം. ആൻഡ് ഇവിടെയും നമുക്ക് ആക്ടിവിറ്റി കാണാൻ പറ്റും. എഗെയിൻ ഇതുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതുണ്ടോ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ഇതിങ്ങനെ കാണുമ്പം നമ്മൾ ആക്ച്വലി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കാണിച്ചു തരാം. സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ സോ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ് നിൽക്കുന്നത്, റൈറ്റ്? ഇങ്ങനെയാണ് നിൽക്കുന്നത്. സോ ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ വരിക, റൈറ്റ്? ട്രേഡ് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്, റൈറ്റ്? അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ട്രേഡ് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം പ്രൈസ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ ഒരു വിക്സ് ഫോം ചെയ്യുന്നു, റൈറ്റ്? അപ്പോൾ ഇവിടെയും ഹൈ ഇത് ചെയ്തിട്ടുണ്ട്, ഓൾ റൈറ്റ്. നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ആ ഒരു പ്രൈസിൻ്റെ ഓപ്പൺ ചെയ്ത പ്രൈസിന് മുകളിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ക്ലോസ് ചെയ്യപ്പെടുന്നു, റൈറ്റ്? ഇവിടെ ഓക്കെ. അപ്പോൾ ക്ലോസ് ചെയ്യപ്പെടുന്നതിന് പ്രൈസ് ഇങ്ങനെ വന്നിരിക്കുന്നു, റൈറ്റ്? ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ, അതായത് ഈ വരച്ച് വെച്ചിരിക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് ലൈവ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മൾ മാർക്കറ്റ് ലൈവ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്യാൻഡിൽ വരുന്നു, ഈ ഫൈനലി നോക്കുമ്പോൾ ഈ ക്യാൻഡിലായിട്ട് മാറി. ഈ ക്യാൻഡിൽ കാണുമ്പോൾ മോസ്റ്റ് ഓഫ് യു വിൽ ബി എക്സിറ്റിംഗ് ഫ്രം ദ ട്രേഡ്. വൈ? ബിക്കോസ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ദ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ. മനസ്സിലായി? ബിക്കോസ് നമുക്ക് അവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ നമുക്ക് ആ ക്യാൻഡിൽ സ്റ്റിക്ക് അങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിന്ന് പേടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഓഫ്ലൈൻ ഈവൻ ഓഫ്ലൈൻ ചാർട്ടിൽ നമ്മൾ മാർക്കറ്റിൽ പരീക്ഷിച്ച് നോക്കുമ്പോഴത്തേനും യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗ്രീൻ ആയിട്ട് തന്നെയല്ല വരുന്നത്. ഇറ്റ് ഈസ് ഫോമിങ് വിത്ത് റെഡ് ക്യാൻഡിൽ. ഇവിടെ നോക്കി, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇവിടെ വരുമ്പോഴത്തേനും പ്രീവിയസ് ക്ലോസിനെക്കാട്ടിലും ഗ്രീൻ ആയിട്ട് അപ്പർ സൈഡിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം താഴേക്ക് പ്രൈസ് താഴെ വരുമ്പോഴത്തേനും റെഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. റെഡ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും പ്രൈസ് മുകളിൽ കയറി ഓപ്പണിംഗ് പ്രൈസിനെക്കാട്ടിലും കൂടുതൽ പ്രൈസ് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇറ്റ് ഈസ് ടേൺഡ് ഗ്രീൻ അഗൈൻ. സോ ഒരു വിക്സോട് കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ട് ഒരു ഫോർമേഷൻ ക്യാൻഡിൽ, ഒരു IFC ടൈപ്പ് ഓഫ് ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലെ ക്ലോസിങ് നടക്കുന്നു. സോ ഓഫ്ലൈൻ ചാർട്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം ഓഫ്ലൈൻ ചാർട്ടിലെ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് എന്താണ് പറയുന്നത്, നമുക്ക് അതിനെ ഈ ചാർട്ടിൻ്റെ ഫോർമേഷൻ ഓർ ദ ക്യാൻഡിൽ സ്റ്റിക്ക് മൂവ്മെൻറ്റ് ഇങ്ങനെ ഇവിടുത്തെ ഇത് കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫോർമേഷൻ അറ്റ് ദ ടൈം ഓഫ് ലൈവ് മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വെൻ യു ബാക്ക് ടെസ്റ്റ് ഇറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഫീലിംഗ് ഓഫ് മാർക്കറ്റ്. മനസ്സിലായി? അപ്പോൾ ഞാനത് ആ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ നമ്മൾ ഓൾറെഡി ക്യാൻഡിൽ സ്റ്റിക്ക് മാസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 8ഓളം വീഡിയോസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. 8-9 വീഡിയോസ് ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 1 ഇയർ ബിഫോർ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കണം. ചാനൽ കാണുക എന്നുള്ളതല്ല. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ദ മോർ you learn, the more opportunity you see in the market. If you are not willing to learn anything, okay, you will see one opportunity, and that also damn hell opportunity, because നമ്മൾ എൻട്രി എടുക്കുന്നത് എവിടെ നിന്നാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയത്തില്ല. So the more you learn in a right way, logically connected ആയിരിക്കണം. നമ്പർ 1, ലോജിക്കൽ ഒരു ആർഗ്യുമെൻറ്റ് വരുമ്പോൾ ഇറ്റ് ഹാസ് ടു സപ്പോർട്ട് വിത്ത് എ ലോജിക്കൽ പ്രൊസീഡിങ്സ്, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കണം നമ്മൾ പറയുന്നത്. അതർവൈസ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഇലൂഷൻ. അണ്ടർസ്റ്റാൻഡ്? ഇലൂഷൻ. ആൻഡ് ഇതിനെപ്പറ്റി നമുക്ക് വേറെ ക്ലാസ് ഞാൻ എടുത്തു തരാം. ഹൗ തിങ്സ് ആർ മാനിപ്പുലേറ്റഡ് ഇൻ ദ റിയൽ ലൈഫ് ആൻഡ് ഹൗ തിങ്സ് ആർ മാനിപ്പുലേറ്റഡ് ഇൻ ദ ട്രേഡിംഗ് ലൈഫ്. ഓക്കെ, ട്രേഡിംഗ് കമ്പനിയിലും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ട്രേഡിംഗ് കമ്പനിയിൽ വിത്ത് ഹെൽപ്പ് ഓഫ് ഇലൂഷൻ, റിയൽ ലൈഫിൽ നമ്മൾ ഇലൂഷൻ കാരണം ഒത്തിരിയധികം സഫർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളും കൂടുതൽ മുന്നോട്ട് വരുന്ന ലെക്ചേഴ്സിൽ നമുക്ക് കവർ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മളുടെ എന്നും പറയാറുള്ള പോലെ കമൻസുകളൊക്കെ എഴുതുക. കമൻസ് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ഉണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലെക്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് എഴുതുക. അപ്പോൾ കൂടുതൽ എനിക്ക് മോട്ടിവേഷൻ ആകും. ആ ഒരു മോട്ടിവേഷൻ എന്നെ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാം. പ്രോ ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി ഓൺലി ത്രൂ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.